പിസ. എത്ര പിസ ആണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ചേക്കാം. ഓരോ പിസ കഴിക്കണേനും നമ്മൾ 200 രൂപ വെച്ച് തരും. പക്ഷെ നമ്മളുടെ സബ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 100 രൂപ വെച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി സബ് ആണെങ്കിൽ ഈ പ്ലേ ബട്ടൺ നമ്മൾ അവരെ കൊണ്ട് അൺബോക്സ് ചെയ്യിപ്പിക്കും. ഇപ്പൊ തന്നെ വീഡിയോ എല്ലാവരും സബ് ചെയ്ത് വെച്ചേ ഗൈസ്. നമ്മ ആളെയൊക്കെ നോക്കിക്കൊണ്ടിട്ട് MG റോഡിൽ വന്നിരിക്കണാണ്. MG റോഡിൽ ഫുട്പാത്തിൽ വന്നിരിക്കണാണ്. സബ്സ്ക്രൈബർ ആണ് വന്നെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ഈ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യിപ്പിക്കും. നമുക്ക് ആരെങ്കിലും വരുമോ നോക്കാടാ. വേഗം ഇപ്പൊ തന്നെ എല്ലാവരും വീഡിയോ സബ് ചെയ്ത് വെച്ചേക്കിട്ടാ. ഈ പോപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ സബ് ചെയ്തിട്ടുണ്ടായിരുന്നോ നേരത്തെ? ഇല്ല. കേട്ടിട്ടുണ്ടോ അതിനു മുമ്പ്? ഇല്ലല്ലേ. സബ് ആയിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പീസ് കഴിക്കുന്നതിന് 100 രൂപ വെച്ചിട്ടാ. സബ് ആയിരുന്നെങ്കിൽ നേരെ 200 രൂപ വെച്ചിട്ടായിരുന്നു. ഇതിപ്പോ 100 രൂപ വെച്ചിട്ടാ. അത് മാത്രമല്ല, ഈ ഒരു പീസ് കഴിക്കുമ്പോൾ 100 രൂപ വെച്ചില്ലേ, മിനിമം 3 പീസ് കഴിക്കണം. അപ്പൊ 3 പീസ് കഴിക്കണമെങ്കിൽ 300 രൂപ കിട്ടും. അതിന്റെ മേലിൽ എന്തോരം വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, ഒരു 20 മിനിറ്റ് ടൈം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ടൈം നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കുന്ന രീതി വെച്ച് നമുക്ക് കൂട്ടാം, പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് വന്നേക്കുന്ന പ്ലേ ബട്ടൺ ആണിത്. സബ് ആയിരുന്നെങ്കിൽ സബിനെ കൊണ്ടിട്ട് ഈ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടി കൂടെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും വീഡിയോ ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേട്ടാ ഗൈസ്. അതെടുക്കും. കുറെ നേരത്തെ നമ്മളെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഒരാൾ വന്നിട്ടുണ്ട്. പേരെന്തായിരുന്നു പറഞ്ഞു? അർഷിദാണ് വന്നേക്കണത്. നമ്മൾ ഇത്രയും നേരം MG റോട്ടിൽ ഫുട്പാത്തിൽ നിന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു. ഒരാളെ പോലും കണ്ടില്ല. നമുക്ക് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളിപ്പോ. 20 മിനിറ്റ് ആണ് ടൈം. ഈ 20 മിനിറ്റിനുള്ളിൽ എത്ര പീസ് വേണമെങ്കിലും മേടിച്ച് കഴിക്കാം. ഓരോ പീസ് കഴിക്കുന്നതിന് നമ്മൾ 100 രൂപ വെച്ച് കൊടുക്കും. സബ് ആയിരുന്നെങ്കിൽ പക്ഷേ 200 രൂപ വരുന്നുണ്ടാ. ഇപ്പൊ ഇത് വേണമെങ്കിൽ അതിന് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നമുക്ക് എന്തായാലും പിസ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിസ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ്. എത്ര പീസ് വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, സെറ്റ്. ഈ പ്ലേറ്റിലിട്ടല്ലേ കഴിക്കണേ? ഇത് തന്നെ ഉണ്ടല്ലോ, സെയിം തന്നെ ഒന്നുകൂടി ഒന്ന് മേക്ക് ചെയ്തേക്കാവോ ഇപ്പൊ തന്നെ? കാരണം എന്തായാലും ആവശ്യം വരും. വെറുതെ ഡിലേ ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. നമ്മുടെ സാധനം വന്നിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ തന്നെ എടുത്തിട്ട് കുഴപ്പമില്ല. ഇതിലല്ലേ ഇടണ്ടേ? ചോദിച്ചതാ. ഓക്കെ, പുള്ളിപ്പോയി. ഞാനിതേ കയറി പിടിച്ച് പുള്ളിപ്പൂടി വട്ടാരം. പിസ വന്നിട്ടുണ്ട്. സെറ്റ്. ചൂടുണ്ടാവൂട്ടാ. ഇതേ പിടിച്ചപ്പോ എനിക്ക് മനസ്സിലായി ചൂടുണ്ടാവൂ. മാറ്റി വെച്ചേക്കാം. ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഇരിക്കാം. സംഭവം വേറൊന്നുമല്ല, അവിടെ കുറച്ച് ഇരുട്ടുണ്ട്. അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടി നൈസായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് പ്ലേസ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ പോയി ഇവിടെ പിള്ളേട്ട് കയറിയോ. എങ്ങാനും ഇത് തൊണ്ടേ കയറാണ്ടിരിക്കാനായിട്ട് പെപ്സി വരിപ്പുണ്ട് ഇവിടെ. സെറ്റ്. ഇനി നമുക്ക് തുടങ്ങാല്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്തിരി തണുത്തിട്ടുണ്ടാവും. ചലഞ്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണാണ്. ഇത് തീരൂലേ? അത് തീർന്നിട്ട് അടുത്ത പിസ വന്ന ഡിലേ ഇല്ലേ, ആ ഡിലേയിൽ നമ്മൾ പോസ് ചെയ്തേക്കാം ടൈമർ. ഓക്കെ, എടാ മയത്തേക്ക് കഴിച്ചാൽ മതിട്ടാ. സമയം ഉണ്ടല്ലോ, 20 മിനിറ്റ് മയത്തേക്ക് കഴിച്ചാൽ കംഫർട്ടബിൾ ആയിട്ട് കഴിച്ചാൽ മതി. ഓക്കെ, ടൈമർ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ്. അടുത്ത പിസയ്ക്ക് വല്ല ഡിലേയും വരുവാണെങ്കിൽ നമ്മൾ ടൈം എന്തായാലും പോസ് ചെയ്ത് എക്സ്ട്രാ ടൈം കൊടുക്കും കേട്ടോ. അപ്പൊ നമ്മളുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. സ്റ്റാർട്ട്. നോക്കി കഴിച്ചാൽ മതി. നമ്മൾ നേരത്തെ ഒരു ചലഞ്ച് വീഡിയോ പിസയുടെ ചെയ്തപ്പോഴേക്കും 1 മിനിറ്റ് 10 സെക്കൻഡും കൊണ്ടാണ് മറ്റേ പിസ കഴിച്ചു തീർത്ത്. അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ടിട്ട് ഒരു 10 പിസ കഴിച്ചു കഴിഞ്ഞാൽ 1000 രൂപ കഴിക്കണം. പക്ഷെ കഴിക്കാൻ പറ്റുമോ ഇത്? അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. സെറ്റ്. പിസ എങ്ങനെ? ടേസ്റ്റ് ഉണ്ടാ? കൊള്ളോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാ. മർക്കും കഴിഞ്ഞ് പോണേരുന്നു. വിശന്നിരിക്കണായിരുന്നാ? കഴിച്ചിട്ടാണോ വന്നേ? കഴിച്ചു. കോൺസെൻട്രേഷൻ കളയണല്ലോ. ഞാനിവിടെ കിടന്ന് സംസാരിച്ച് കോൺസെൻട്രേഷൻ കളയുന്നില്ല. ഇഷ്യൂ ഉണ്ടോ ഇവിടെ? ഇതിപ്പോ എന്തായാലും ഈ പിസയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത പിസ വരാനുള്ള ടൈമൊക്കെ എടുക്കും. 3 പിസ മിനിമം കഴിക്കണോട്ടാ. 3 പിസ മിനിമം കഴിച്ചാൽ 300 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ 300 പ്ലസ് അങ്ങനെ പോവാം. ഏകദേശം പിസയുടെ ഒരു സ്ലൈസ് ഇവിടെ കഴിഞ്ഞപ്പോ സ്ലോവി കഴിച്ചോന്ന് പറഞ്ഞപ്പോ ഭയങ്കര സ്ലോയിലാണ് കഴിക്കണത്. 1.5 മിനിറ്റ് കൊണ്ടാണ് ഒരു സ്ലൈസ് തീർന്നത്. കുഴപ്പമില്ല. ഇഷ്ടമുള്ള പോലെ രീതിക്ക് കഴിച്ചു, ഒരു പ്രശ്നവുമില്ല. 1.5 മിനിറ്റ് ഏകദേശം കവർ ആയിട്ടുണ്ട്. ആയിട്ട് നിന്ന് കുറെ നേരം നിന്ന് ഇവിടെ നല്ല രീതിക്ക് നിന്ന് കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ, വന്നപ്പോ 2 പേര് വന്നു. അതിലൊരാള് എന്തായാലും ചൂസ് ചെയ്ത് നേരെ ഇങ്ങോട്ട് പോകുന്നിട്ടാ. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് നമ്മളെ കാണുവാണെങ്കിൽ നേരെ പോകുന്നു. ചിലപ്പോൾ നമ്മളെ ചലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാലോ, ഇല്ലേ? പിന്നെ അത് മാത്രമല്ല, നമ്മളെ പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കൊണ്ടായിരിക്കും ഞാൻ അൺബോക്സ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതെന്തായാലും ഇപ്പൊ കയ്യിലുണ്ട്. സബ്സ്ക്രൈബർ അല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്. നെക്സ്റ്റ് ടൈം നമ്മൾ കാണാൻ നേരത്ത് നിങ്ങളെ കൊണ്ട് എനിക്ക് അൺബോക്സ് ചെയ്യിപ്പിക്കാൻ പറ്റുമല്ലോ. പ്ലേ ബട്ടൺ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോഴും അനക്കാതെ പൊട്ടിക്കാതെ കറക്റ്റ് ആയിട്ട് അതേ ബാഗ് ഇരിപ്പുണ്ട് സാധനം. ഒരു പോറൽ പോലും വരുത്താതെ മാറ്റി വെച്ചേക്കണം. ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ. നിങ്ങൾ എന്തായാലും ഇപ്പൊ തന്നെ വീഡിയോ സബ് ചെയ്ത് വെച്ചേക്ക്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് വന്നിട്ട് അത് തുറന്നിട്ട് വേണം എനിക്കൊന്ന് പിടിച്ചെങ്കിലും നോക്കാം. ഞാൻ ഇതുവരെ വേറെ ആരുടെയും പ്ലേ ബട്ടൺ കണ്ടിട്ടില്ല. നമ്മുടെ തന്നെ ആദ്യം കാണാം. ഒന്ന് ഞാൻ സബ് ചെയ്ത് വെച്ചേക്ക്. ഇത് അത്യാവശ്യം സ്ലോവിലാണ് കഴിക്കണത്. പകുതിയായിട്ടുള്ളൂ. പകുതി ആയപ്പോ 2.5-3 മിനിറ്റ് ആകാൻ പോണ്ട ഇവിടെ. കഴിക്കാൻ പറ്റില്ലടാ. ഇറങ്ങണോണ്ടാ ഇത്?
അടുത്ത പിസ മേയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇത് തീരുമ്പോഴേക്കും മിക്കവാറും അടുത്ത പിസ വന്നോളൂ. 3 മിനിറ്റ് ഇവിടെ കവർ ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വായിട്ടളിച്ച് എന്റെ വായിൽ വെള്ളം പറ്റുമല്ലോ മിക്കവാറും. അങ്ങനെ ഒരു പിസയുടെ പകുതി സെറ്റ് ആയിട്ടുണ്ട്. ടൈം ലാഭിഷാണ്, 20 മിനിറ്റ് ആണ് നമ്മൾ ടൈം കൊടുത്തേക്കുന്നത്. ഇനിയുണ്ട് 3 മിനിറ്റ് ഇവിടെ കവർ ആയിട്ടുള്ളൂ. അപ്പൊ പിസയുടെ അടുത്ത സ്ലൈസ് ഇത് 3ാമത്തെ സ്ലൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിസ സെറ്റാണ്. ഇത് അത്യാവശ്യം നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയാൻ പറ്റും. ചൂടുണ്ടാ? കുഴപ്പമില്ലല്ലേ? അടുത്ത പിസക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോ വരും, ഓൺ ദ വേ ആണ്. കഴിച്ചോ. ചിക്കൻ പിസ ഉണ്ടോ നമ്മൾ പറഞ്ഞത്. ഇവിടെ MG റോട്ടിൽ ഞങ്ങള് കുറെ നേരം നിന്ന്, എനിക്ക് തോന്നുന്നു ഒരു 1.25 മണിക്കൂർ മിനിമം നിന്നിട്ടുണ്ട് ഇവിടെ ഫുട്പാത്തിൽ ഓരോ ആൾക്കാരോട് ചോദിക്കും ചലഞ്ച് വീഡിയോ നിൽക്കാൻ താല്പര്യമുണ്ടെന്ന്. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഓടിക്കൊണ്ടിരിക്കണേ. വെള്ളം കൊണ്ടിട്ടാണോ? വെള്ളം വേണം? വേണ്ടി വരുമോ? വേണ്ടി വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മുടെ അടുത്ത പിസ വന്നിട്ടുണ്ട് കേട്ടാ. സെറ്റ് അവനവിടെ കഴിച്ച് തീരണതിന് മുന്നേ അടുത്ത പിസ വന്നിട്ടുണ്ട്. ഇവിടെ അവൻ ഒരു പിസ ലാസ്റ്റ് സ്ലൈസിൽ നിൽക്കണേണ്. ആ സമയത്ത് നമ്മളുടെ അടുത്ത പിസ വന്നിട്ടുണ്ട്. അത് തീർത്തിട്ട് ഇത് തീർക്കണം. ഇത് തീർത്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു പിസയും കൂടി തീർക്കണം. അങ്ങനെ തീർത്ത് കഴിയുമ്പോൾ ഇതും കൂടി തീർത്ത് നെക്സ്റ്റ് പിസയും കൂടി തീർത്ത് കഴിയുമ്പോൾ ഇല്ലേ 300 രൂപ നമ്മളെ ചലഞ്ചിൽ കയറി. പിന്നെ എത്ര പിസ വേണമെങ്കിലും മേടിച്ച് കഴിക്കാം. ഓരോ പിസക്ക് നമ്മൾ 100 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എത്ര പിസ വേണമെങ്കിലും മേടിച്ച് കഴിക്കാം. 5 മിനിറ്റ് ഇവിടെ കവർ ആയിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് ഉണ്ടല്ലേ? 15 മിനിറ്റ് ഉണ്ട്. കുഴപ്പമില്ല, തീർക്കട്ടെ. 5 മിനിറ്റ് കൊണ്ട് ഒരു പിസ വെച്ച് കഴിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം എത്ര പിസ കഴിക്കാൻ പറ്റും? 4 പിസയല്ലേ? അപ്പോൾ 400 രൂപ കിട്ടും. 5 മിനിറ്റ് കൊണ്ടെങ്കിലും ഒരെണ്ണം കഴിച്ചാൽ മതി അല്ലേ? 5 മിനിറ്റ് ഉണ്ടെങ്കിൽ. ബൈ ദ ബൈ ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടി വരുവാണെങ്കിൽ ഇതേപോലെ പിസ കൊണ്ടുവന്ന് വെക്കാൻ നേരത്തെ ഈ സാധനത്തെ ചാടി കയറി പിടിക്കരുത്. എന്റെ കൈ പൊള്ളി. ഇത് വെച്ചിട്ട് കുത്തിപ്പൊക്കി വേണം എടുക്കാനായിട്ട്. ആരും ചാടി കയറി പിടിക്കരുത്. വെച്ചോ. ചലഞ്ച് ഏകദേശം ഒരു ആദ്യത്തെ പിസ ഇവിടെ തീരാൻ പോണേണ് കേട്ടാ. ഇനി നെക്സ്റ്റ് പിസയിലേക്ക് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആദ്യത്തെ പിസ ഏകദേശം ഇപ്പോൾ ഓൾമോസ്റ്റ് തീരും. എടാ, നിനക്ക് വേറൊരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. അത് സൂപ്പർ സ്ട്രാറ്റജി. നീ ഇങ്ങനെ മടക്കി. ഇതേ കഴിഞ്ഞ പ്രാവശ്യത്തെ നിനക്ക് വേഗം കഴിക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തന്നു. അത്രേ ഉള്ളൂ കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ചലഞ്ച് വീഡിയോയിൽ മറ്റേ ചെക്കൻ ചെയ്ത സ്ട്രാറ്റജിയാണ്. അത് കൊള്ളാട്ടാ. ഇങ്ങനെ മടക്കി അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമെന്ന് തോന്നുന്നു. ഈ പിസ പകുതി ആകുമ്പോഴേക്കും നമ്മൾ അടുത്ത പിസകൾ ഓർഡർ കൊടുക്കും. സെറ്റി. അങ്ങനെ നീ പിസ തിന്ന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പിസ കൂടെ അടിക്കാനുള്ള ഗ്യാപ്പ് പറ്റൂലേ? എങ്ങനെയാണ് ആദ്യത്തെ പിസ തീർത്തപ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പാടാണോ? ഫില്ല് ആകണോണ്ടാ പെട്ടെന്ന്? ഇല്ല, ഇനിയും കേറും. ഒരു 3-4 കൂടി കയറുമോ? അത്രയൊന്നും പോകുമല്ലോ. ഇല്ല, കയറും. എനിക്ക് തോന്നുന്നുണ്ട്. സമയം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. 7 മിനിറ്റ് ആയി. ഫാസ്റ്റ് ജില്ലെന്ന് പറഞ്ഞേക്ക്. ഇതേ അടുത്ത പിസ നമ്മ ഇവിടെ സെറ്റ് ചെയ്യാൻ പോണേ കേട്ടാ. ആ പിസ അവൻ ഏകദേശം തീർത്തിട്ടുണ്ട്. ഇതേ അടുത്ത പിസ, സെക്കൻഡ് പിസ നമ്മളിതേ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത പിസ ഒരു സ്ലൈസ് തീർക്കട്ടെ. അത് തീർത്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത പിസകൾ ഓർഡർ കൊടുക്കാം. ഏകദേശം ഒരു 6-7 മിനിറ്റ് എടുക്കും പിസ വരാനായിട്ട്. അപ്പൊ പിന്നെ നേരത്തെ ഓർഡർ കൊടുക്കുന്നതല്ലേ നല്ലത്. 100 രൂപക്കുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പൈസ കിട്ടണമെങ്കിൽ 3 എണ്ണം മിനിമം തീർക്കണം. ടൈം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. 7.5 മിനിറ്റ് ആയിട്ടാ. 7.5 മിനിറ്റ്. ചിലവർ പറഞ്ഞില്ലായിരുന്നോ ടൈം കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? പക്ഷെ ഈ ടൈം നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഈ ടൈം അത്യാവശ്യം നമ്മൾ കൂടുതലല്ലേ എന്ന് പറ. 20 മിനിറ്റ് മിനിമം 3 പിസയെങ്കിലും കൂടുതൽ എത്ര എണ്ണം കഴിക്കുവാണെങ്കിലും അതിനെല്ലാത്തിനും 100 രൂപ വെച്ച് കൊടുക്കും. ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് പറയാം ഗൈസ്. കമന്റ് ചെയ്യ് ഗൈസ്. ആ സ്ട്രാറ്റജി എങ്ങനെയുണ്ട്? മടക്കി അടിക്കുന്ന പരിപാടി എന്താണെങ്കിലും എന്റെ വയലായിട്ട് തന്നെയല്ലേ പോണേന്നല്ലേ. 8 മിനിറ്റും 20 സെക്കൻഡും ഇവിടെ കവർ ആയിട്ടുണ്ട്. 24 സമയം പോയിക്കോട്ടെ. വെച്ചോ, പീസ്ഫുൾ ആയിട്ട് വെച്ചോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ ചലഞ്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പിസ വെച്ച് കഴിക്കുമെന്ന് കമന്റ് ചെയ്യട്ടെ ഗൈസ്. ഈ സാധനം കൊണ്ടേ കൊടുത്തിട്ട് വരാറുന്നല്ലേ. അടുത്തത് ലോഡ് ചെയ്യേണ്ടത് ഇതിലാണെന്ന് തോന്നുന്നത്. ഈ കമ്പും കോലൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് ഇപ്പൊ വരാം. അടുത്ത പിസക്കൾ, ഇതിന്റെ അടുത്ത പിസക്കുള്ള ഓർഡറും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി വരണം. 3ാമത്തെ പിസക്കുള്ള ഓർഡറും കൂടി കൊടുത്തിട്ടുണ്ട്. അത് മേക്ക് ചെയ്തോണ്ടിരിക്കുന്നതാണ്. സമയം എവിടെ വരെ എത്തി? സമയം ഇവിടെ ഓൾമോസ്റ്റ് 10 മിനിറ്റ് ആകാൻ പോകുന്നുണ്ട്. ഏകദേശം 9.5 മിനിറ്റ് കവർ ആയപ്പോ ഇവിടെ 2ാമത്തെ പിസ പകുതി ആകാൻ പോണതേ ഉള്ളു. എന്ത് പറ്റി? പാടാണ? ടൈറ്റ് ആയ? അയ്യോ, മറ്റേ പിസ ക്യാൻസൽ ചെയ്യണ? ക്യാൻസൽ ചെയ്യാനാ? ഇവൻ മാക്സിമം നിന്നെ കൊണ്ട് പറ്റുമോ നോക്ക്. അതും കൂടി കഴിയും നോക്ക്. ഇവന് ഏകദേശം മതിയായി എന്നാണ് പറഞ്ഞത്. ഇതെന്താണത്? ഞാനൊരു 4-5 പിസയൊക്കെ പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നേച്ചത്.
മതിയായ ഇറങ്ങണില്ലേ? ഇവിടെ സമയം ഇനിയുണ്ട്, ലാഭിഷായിട്ട് വേണേ കഴിക്കാം. 10 മിനിറ്റ് കവറായി. 10 മിനിറ്റ് കവറായപ്പോ ഏകദേശം ഒരു പിസയും അടുത്ത പിസയുടെ പകുതിയുമാണ് കഴിച്ചേക്കണത്. അപ്പൊ നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. അടുത്ത പിസക്ക് മേക്കിംഗ് നമ്മ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ? ഉറപ്പാണോ? ഇപ്പൊ പറഞ്ഞേക്കായിരുന്നു. പറ്റൂലേ? ഇതും കൂടി നോക്ക്. അതും കൂടി നോക്ക്. അതും കൂടി ഫിനിഷ് ചെയ്താൽ 300 രൂപ കിട്ടൂലേ? 300 രൂപയെങ്കിലും കിട്ടും. പിസയും കഴിച്ചിട്ട് പോകാൻ 300 രൂപയും കിട്ടും. പറ്റുമോ? ഞാൻ നിർബന്ധിക്കണില്ലട്ടാ, നോക്കിട്ട് വെച്ചാൽ മതി. വെറുതെ നിർബന്ധിക്കണ്ടല്ല. 11 മിനിറ്റ് ഏകദേശം കവറാകാൻ പോണ്ടാ. 11 മിനിറ്റ്. ഇനി 9 മിനിറ്റും കൂടി ഉണ്ട്. നമ്മുടെ അടുത്ത പിസ വന്ന്. അടുത്ത പിസ എത്തി. പറ്റും, നിന്നെ കൊണ്ട് പറ്റും. ഇനി ഉണ്ടാക്കലേടാ. ചെക്കൻ കുറച്ച് ടയേർഡായി. ഇതിപ്പോ എങ്ങാനും ബാക്കി വന്നു കഴിഞ്ഞാൽ എന്താ ഓപ്ഷൻ? അപ്പൊ അടുത്ത പിസ വന്നിട്ടുണ്ട്. സെറ്റ്. ചേട്ടാ നിന്നെ കൊണ്ട് പറ്റൂടാ. ഇനി ഉണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഇതും കൂടി ഒരു പകുതി മുക്കാലും കൂടി കഴിച്ചു തീർക്കുകയാണെങ്കിൽ അടുത്തതും കൂടി നമ്മൾ മേക്കിംഗ് കൊടുക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ അത് തീർത്തിട്ട് ഇതും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 300 രൂപ. എനിക്ക് പൈസ തരാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ്, സത്യസന്ധമായിട്ട് പറയുന്നതാണ് ഞാൻ. അതും തീർത്ത് ഇതും കൂടി തീർക്കുവാണെങ്കിൽ മിനിമം 300 രൂപ ഇട്ട് വീട്ടിൽ പോകാൻ പറ്റും. എടാ പെപ്സിയൊക്കെ വേണമെങ്കിൽ കുടിക്കാറില്ല അല്ലേ? 13 മിനിറ്റ്. പക്ഷെ എന്റെ പൊന്നോ, ഇത്തോട് സ്പീഡിൽ കഴിച്ചില്ലെങ്കിൽ തീരുല്ലട്ടാ. അത് വേറൊരു സത്യാവസ്ഥ. അത് കഴിച്ചു തീർക്കാനായിട്ട് ഒരു പെപ്സി ഉണ്ട്, ഒരു ഗ്ലാസ് വെള്ളവും ഉണ്ട്. ഒരു ഗ്ലാസ് അല്ല, വെള്ളം ഇനിയും കൊടുക്കും, എന്തോരം വേണമെങ്കിലും കൊടുക്കും. നീ ഒന്ന് കഴിച്ചാൽ മതി, കഴിച്ച് തീർത്താൽ മതി. ഞാൻ ഓർത്തത് ഒരു 500 രൂപയ്ക്കുള്ള ഒരു 5 എണ്ണമെങ്കിലും തീർക്കാൻ പറ്റുമെന്നാണ് ഓർത്തത്. മറ്റേവൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ, കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നേരത്തെ നമ്മുടെ പിസ ചലഞ്ച് ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അവൻ 1 മിനിറ്റ് കൊണ്ട് ഇതേപോലത്തെ ഒരു പിസ ഒരൊറ്റ അടിച്ച് അവൻ തീർത്താൽ മതി. ഇതേപോലത്തെ ഒരു പിസ അവൻ അങ്ങനെ കഴിച്ചു തീർത്ത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഓർത്തത് 1 മിനിറ്റ് ഒരു പിസ വെച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ 20 മിനിറ്റിൽ 20 പിസ കഴിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എങ്കിലും ഒരു 5-6 കഴിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഓർത്തേച്ചേട്ടാ. നീ പ്രതീക്ഷ കളയല്ലേ? പറ്റണില്ലേടാ? നോക്ക്, ഇത് ഒരെണ്ണം കൂടി അങ്ങനെ പറയല്ലേ. കഴിക്കേ, പറ്റൂടാ. സമയം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടാ. ഞാൻ പറയാം, ഇപ്പൊ 14 മിനിറ്റും 15 മിനിറ്റ് കൂട്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ ടൈമും തരാം. ആര് കൊടുക്കും ഇങ്ങനെ? ഇതാണ് ലിമിറ്റ്. ഒരെണ്ണം കൂടി ഇച്ചിരി കൂടി പറ്റൂല്ലേ? ഒട്ടും പറ്റൂല്ല. സ്റ്റോപ്പ് ചെയ്താ. നമ്മ വിചാരിച്ച പോലെയല്ല. 3ാമത്തെ പിസ ഇവിടെ വന്നിട്ടുണ്ട്. 3ാമത്തെ പിസ തീർക്കാൻ പറ്റിയില്ല. 3ാമത്തെ പിസ തുടങ്ങാൻ പറ്റിയില്ല. ഇത് 2ാമത്തെ പിസയാണ്. 2ാമത്തെ പിസ ഓൾമോസ്റ്റ് ഇത്ര ആയപ്പോ തന്നെ ചലഞ്ച് ഇവൻ ഡ്രോപ്പ് ചെയ്തെന്നാണ് പറയണത്. 3ാമത്തെ പിസ അത്ര ആയപ്പോ തന്നെ ചലഞ്ച് ഡ്രോപ്പ് ചെയ്യുന്നതാണ് പറയണത്. അപ്പൊ എന്തായാലും ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 20 മിനിറ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. പക്ഷെ 20 മിനിറ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ 15 മിനിറ്റ് കവർ ആയിട്ടുള്ളൂ. പക്ഷെ ഇനി അവനെ കൊണ്ട് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റൂല എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ അത് കാരണം ചലഞ്ച് ഇവിടെ വെച്ച് ഡ്രോപ്പ് ആണോ? ഉറപ്പാണോ? കൺഫേം ആണോ? നമ്മളുടെ പ്ലേ ബട്ടൺ ഇതിന്റെ അകത്തുണ്ട്, കണ്ടല്ല? നമ്മളുടെ പ്ലേ ബട്ടൺ ഇതിന്റെ അകത്തുണ്ട്. പക്ഷെ ഇത് തുറന്ന് ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ കുലുങ്ങണതൊക്കെ മാത്രം കേൾക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടുള്ളൂ. നിങ്ങൾ ഇപ്പൊ തന്നെ വീഡിയോ സബ് ചെയ്ത് വെച്ചേക്ക്. എന്നിട്ട് നിങ്ങളെ കൊണ്ട് വേണം ഇത് എനിക്ക് അൺബോക്സ് ചെയ്യിപ്പിക്കാനായിട്ട്. ക്ലീൻ ആയിട്ട് വെച്ചേക്കണേ. സീല് ഒരു സാധനം പോലും തുറന്നിട്ടില്ല, ക്ലീൻ ആയിട്ട് വെച്ചേക്കണാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ വീഡിയോ എല്ലാവരും സബ് ചെയ്ത് വെച്ചേക്കും. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളാണ് പാർട്ടിസിപ്പന്റ് എങ്കിൽ ഇത് അൺബോക്സും ചെയ്യിപ്പിക്കും. നിങ്ങളെ കൊണ്ടിട്ട് ഞാൻ ഇതിലൊരു സൈനും ചെയ്യിപ്പിക്കും. എന്തായാലും ഈ ചലഞ്ച് ഇവിടെ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇത് രണ്ടാമത്തെ അല്ലേ? രണ്ടാമത്തെ അതിന്റെ ലാസ്റ്റ് പീസ് ഇപ്പോഴും ഉണ്ട്. 3ാമത്തേത് നമുക്ക് തൊടാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുവാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.